കഴിഞ്ഞ ശനിയാഴ്ച തുർക്കി പ്രസിഡന്റ് എർദുഗാൻ ഒരു പൊതുപരിപാടിയിൽ വെച്ച് പറഞ്ഞത് ഗസയും വെസ്റ്റ് ബാങ്കും പിടിച്ചടക്കിയാൽ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മുസ്ലിം രാജ്യങ്ങളുടെ സംയുക്തമായ സഖ്യം രൂപീകരിക്കണമെന്നാണ് എർദുഗാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് മറുപടിയുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. അപകടകരമായ നുണ പ്രചരിപ്പിക്കുന്നതിന് എർദുഗാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന് വേണ്ടി തുർക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി വെറുപ്പിന്റെയും ആക്രമണത്തിന്റെയും തീക്കുണ്ടത്തിലേക്ക് എർദുഗാൻ എറിഞ്ഞു കൊടുക്കുകയാണ് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എർദുഗാന് മറുപടി നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ എർദുഗാൻ വർഷങ്ങളായി മുസ്ലിം ബ്രദർഹുഡിന്റെയും ഇറാൻ നേതൃത്വം നൽകുന്ന ഷിയ ഗ്രൂപ്പുകളുടെയും സഹായത്തോടെ മിഡിൽ ഈസ്റ്റിലെ അറബ് ഭരണാധികാരികൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് എർദുഗാന് നേരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി നോർത്തൻ ഗസയിലെ ബൈത്തുലാഹിയയിൽ നിന്ന് 2 റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിലെ അഷ്കലോണിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിൽ ഒരു റോക്കറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തകർത്തുവെങ്കിലും രണ്ടാമത്തെ റോക്കറ്റ് അഷ്കലോണിൽ പതിക്കുകയാണ് ഉണ്ടായത്. തുറസായ പ്രദേശത്താണ് ഹമാസിന്റെ റോക്കറ്റ് വീണത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയ വ്യക്തിയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാഹിർ ദായിബ് ഹുസൈൻ അൽ ജാസി എന്ന 39-കാരനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഞെട്ടിച്ച ആക്രമണം നടത്തിയിരിക്കുന്നത്. തെക്കൻ ജോർദാൻ സ്വദേശിയായ ഇദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജോർദാൻ സൈന്യത്തിൽ നിന്നും വിരമിച്ചത്. ജോർദാൻ റോയൽ ആർമിയിലെ മുൻ അംഗമായിരുന്ന സൈനികൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് ജോർദാൻ ഭരണകൂടത്തിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇയാൾ ആരുടെയും സഹായവും പ്രേരണയും കൂടാതെയാണ് ആക്രമണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെയും ജോർദാന്റെയും രഹസ്യാന്വേഷണ വിഭാഗം സംയുക്തമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കരങ്ങളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അതിലും ഗുരുതരമായിരിക്കുകയാണ്. ഒരു ജോർദാൻ പൗരൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് മാതൃകയാക്കി ജോർദാനിലെയും ഈജിപ്തിലെയും ജനങ്ങൾ മുന്നോട്ട് വന്നാൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകും. ജോർദാൻ പൗരൻ ആക്രമണം നടത്തി 3 ഇസ്രായേലികളെ വധിച്ചത് ജോർദാനിലെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. തെരുവിലിറങ്ങി പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ജോർദാനിലെ ജനങ്ങൾ ദായിബ് ഹുസൈൻ എന്ന മുൻ സൈനികൻ ഇസ്രായേലികളെ വധിച്ചത് ആഘോഷിക്കുന്നത്. ദായിബ് ഹുസൈൻ ഇപ്പോൾ സാധാരണ അറബികൾക്കിടയിൽ ഒരു ഹീറോയായി മാറിയിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ കൊല്ലപ്പെട്ട 3 പേരും പോലീസുകാരോ സൈനികരോ അല്ല എന്നും ചെക്ക് പോസ്റ്റിലെ സുരക്ഷാ ജീവനക്കാരായി പ്രവർത്തിക്കുന്നവരാണ് കൊല്ലപ്പെട്ടവരെന്നുമാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ജോർദാനിലെയും ഈജിപ്തിലെയും ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ കടുത്ത അമർഷമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്കും ഈ വിഷയത്തിൽ ഭയമുണ്ട്. പ്രധാനമായും ഈ കാരണം കൊണ്ടാണ് ജോർദാനും ഈജിപ്തും ഇപ്പോൾ ഇസ്രായേലിനെ പല വിഷയങ്ങളിലും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിലയിലും വൻ പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.